കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഇന്ന് നമ്മുടെ പുണ്യോണ്ണിക്കണ്ണൻ ബലരാമേട്ടനായിട്ടാണ് നിൽക്കുന്നത്. കാലുമല്ല പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിന്റെ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിലൊരു ചുവന്ന കസവോട് കൂടിയുള്ള പട്ട് അരക്കെട്ട് കെട്ടിയിട്ടുണ്ട്. അരയിലേക്ക് എങ്ങനെ കാണാണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള പുലിനൊക്കെ മാല, ഒരു പതക്കം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു കലപ്പ, വലത്തെ തോളത്തേക്ക് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, ഒരു കലപ്പ പിടിച്ചുകൊണ്ടാണ്. ഇടത്തെ കയ്യിൽ ഗതയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഗതയും കലപ്പയും പിടിച്ചുകൊണ്ട് ബലരാമേട്ടനായിട്ടാണ് ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, ആ ചെവിപ്പൂക്കളുടെ തൊട്ടുമ്പോൾ ഓരോ കുഞ്ഞെ തിലകങ്ങളും വെച്ചിട്ടുണ്ട്. അതൊക്കെ തിളങ്ങുന്നുണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ കേട്ടോ. എല്ലാ തിലകങ്ങളും കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് ബലരാമനെ പോലെ. ഇന്ന് മയിൽപ്പീലല്ല, അങ്ങനെ കിരീടമൊക്കെ ചാർത്തിക്കൊണ്ടാണ് ബലരാമേട്ടനായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്തെ കലപ്പയും ഗതയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തി, നല്ല കൗതുകമുണ്ട് കാണാൻ. തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് ചാർത്തിരിക്കുന്നത്, രണ്ടല്ല മൂന്നെണ്ണമാണ് ചാർത്തിരിക്കുന്നത്. തെച്ചിയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന്, പിന്നെ വെളുത്തപ്പൂവും തുളസിപ്പൂ മാത്രമായിട്ടൊന്ന്, പിന്നെ വെളുത്തപ്പൂ മാത്രമായിട്ടൊന്ന്. അങ്ങനെ 3 തിരുമുടി മാലകളാണ് ശിരസിങ്കിൽ ചാർത്തിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂ കുറച്ച്, അത് കഴിഞ്ഞാൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് 5-6 എണ്ണം, അതിന് വീണ്ടും തുളസിപ്പൂവ്, അങ്ങനെയായിട്ട് അതും നല്ല ഭംഗിയുണ്ട്. ആ ഉണ്ടമാല കാണാൻ നല്ല കൗതുകമുണ്ട്. ഈ 3 തിരുമുടിമാലയും ഒരു ഉണ്ടമാല, അതിൻ്റെ നടുവിലാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ രാമേട്ടനായിട്ട് ഗതയും കലപ്പയും പിടിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. ഗുരുവായൂരപ്പ, ഈ തിരുമുടിമാലകൾ നമ്മൾ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിട്ടുണ്ട്. എല്ലാം താമരയും തുളസിയായിട്ടൊരു 3 എണ്ണം, തെച്ചും തുളസിയായിട്ടൊരു 3 എണ്ണം, അങ്ങനെ 6 തിരുമുടി ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ബലരാമേട്ടനായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ നിപ്പ് കാണാൻ തന്നെ നല്ല കൗതുക. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ധർമ്മവേലി തന്നഴകോ, ജ്ഞാന സിന്ധു വേലി തന്നഴകോ, വൈകുണ്ഠത്തിൻ പുറാട്ടോ, ഗോപി സൽക്കണ്ഠത്തിൻ്റെ താരാട്ടോ, ഭൂമി തൻ മംഗല്യ ചാർത്തോ, ജന്മഭൂമി തന്നട്ടിപ്പേർ ചാർത്തോ, നീലാബ്ജഭാസിൽ സരിത്തോ, ബ്രഹ്മലീലാവിലാസത്തിൻ കൂത്തോ, ഇന്ദീവരതള സത്തോ, വിമലേന്ദ്രൻ നീലമണി ഞാത്തോ, ഇക്കണ്ട സർവത്തിൻ വിത്തോ, രാസക്കൽ കണ്ട സർവത്തിൻ മത്തോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ രാമസ്വാമിയായിട്ട് കലപ്പയും ഗതിയും പിടിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ട് കണ്ടാൽ തന്നെ നല്ല സന്തോഷം. അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ആ ബലരാമേട്ടൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം. ബലരാമേട്ടൻ്റെ ഭാവത്തിലാണ് നിൽക്കണമെന്ന് മാത്രം. നല്ല ഗൗരവം തോന്നും. നല്ല പുഞ്ചിരിയുണ്ട് പൊന്നുണ്ണിക്കണ്ണനെ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ബലരാമേട്ടൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് ആ തിരുമുഖം നോക്കി ആനന്ദത്തിലാണ് നിൽക്കണത്. ഏട്ടനെ പോലെ ഞാൻ ആയില്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കണത് തന്നെ. അങ്ങനെ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. രാമ അനുഗ്രഹിക്കണേ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഉറക്ക നാമം ജപിക്കലേ നമുക്ക് കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.